അതിൽ അവസാനം പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം. അതിലൊന്നായിരിക്കാം ഇത്. ഇനി എന്തൊക്കെയാണ് വരാനുള്ളത് എന്ന് അവർക്കേ അറിയാവൂ, നമുക്കറിയില്ല. പക്ഷെ ഇത് വളരെ പരിഹാസ്യമായിപ്പോയി. കാരണം ഈ കിഫ്ബിക്കെതിരെയുള്ള നോട്ടീസ് എന്ന് പറയുന്നത് തീർത്തും പരിഹാസ്യമായൊരു കാര്യമാണ്. കിഫ്ബി എന്തിനാണ്? ഞങ്ങളത് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാലോ. പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് കിഫ്ബിയെ കൊണ്ടുവന്നത്. അതിന്റെ ഭാഗമായി അന്ന് 2016 തന്നെ കിഫ്ബി വരുമ്പോൾ തന്നെ ഗവൺമെന്റ് വ്യക്തമാക്കിയ കാര്യമുണ്ട്. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബദൽ സാമ്പത്തിക സ്രോതസ്സായിട്ടാണ് നമ്മളതിനെ കണ്ടിരുന്നത്. ഫലപ്രദമായത് പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായി 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് ആ ഘട്ടത്തിൽ ഏറ്റെടുക്കുന്ന നില വന്നത്. ഇപ്പോൾ അത് 90,000 കോടി കടന്നു നിൽക്കുകയാണ്. അത്തരമൊരു സ്ഥാപനം നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി പ്രവർത്തിച്ചു എന്നതിന്റെ മേലെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 2 കൈയും ഉയർത്തിക്കൊണ്ട് അത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിക്കാനാണ് കിഫ്ബിയെ കൊണ്ടുവന്നത്. ആ കിഫ്ബി ആ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. കിഫ്ബി നിർവഹിച്ച കാര്യങ്ങളെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ച മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങളിൽ നിന്ന് അണുകിട വ്യതിചലിച്ചുകൊണ്ട് ഒരു കാര്യവും കിഫ്ബി ചെയ്തിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചതിന്റെ അവസാന ഭാഗത്തുള്ളതുപോലെ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇങ്ങനെ പലതും വരാമെന്ന് മാത്രമേ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ. മറുപടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കിഫ്ബി ലാൻഡ് അക്വിസിഷൻ യൂട്ടിലൈസ് ചെയ്ത തുകയുടെ എത്രയോ മടങ്ങ് നമ്മൾ പലിശ കൊടുക്കുകയാണെന്നാണ്. അത് ശരിക്കും പശ്ചാത്തലം അങ്ങ് പറഞ്ഞതുപോലെ പശ്ചാത്തല വികസനത്തിന് പണം ചെലവാക്കുമ്പോൾ നമ്മളെ ടാക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന ഒരു സമീപനം ആണ് അഭിപ്രായമുണ്ടോ? അല്ല, ഇതൊക്കെ ആഗ്രഹങ്ങളല്ലേ. ഇന്നതെല്ലാം ചെയ്യുമെന്നും ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണല്ലോ. അതിനാണല്ലോ നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥകളുള്ളത്. ആ നിയമവ്യവസ്ഥ ഇപ്പോഴും ഇല്ലാതായിട്ടില്ലല്ലോ. സ്വാഭാവികമായും ആ നിയമവ്യവസ്ഥയുടെ മുന്നിൽ സർക്കാരും കിഫ്ബിയും എടുക്കാൻ പോകുന്ന നിലപാട് ഇതാണ്. ഞങ്ങൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ടാണ്. ഒരു ലംഘനവും ആ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇതാണ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.